قد أنزل ربي القرآن نورا للناس وتبيانا أحيا بهداه وشرعته شيبا شبانا وفتيانا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോ സീസൺ 7ലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ ഖുർആനിന്റെ അവതരണ പശ്ചാത്തലം കൊണ്ട് ധന്യമായ വിശുദ്ധ റമളാൻ ആദ്യ 10കളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ട് തന്റെ അടിമകളെ പൊതിയുന്ന രാവുകളും പകലുകളുമാണ് നമ്മളിലൂടെ നിമിഷങ്ങളായി, മണിക്കൂറുകളായി, ദിവസങ്ങളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു ഘട്ടത്തിൽ നാം ഏവരും ഏറെ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾ തേടുന്നതും അവന്റെ നരകത്തിൽ നിന്നുള്ള മോചനം കിട്ടി സ്വർഗപ്രാപ്തി ലഭ്യമാകുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്കമു ആയത്തിൻ മിനൽ ഖുർആനിൽ കരീം, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും തത്വസമ്പൂർണമായ ആയത്ത് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് സൂറത്തു സൽസലയിലെ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരു അണുമണി തൂക്കം, അണു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ആറ്റം എന്നൊക്കെ പറയാറുണ്ട്. ഫിസിക്സിൽ അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിൽ ആറ്റത്തിനെ കുറിച്ച് പറയുന്നത് ആറ്റം ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ആറ്റത്തെ ക്രിയേറ്റ് ചെയ്യാനോ അതിനെ ഡിസ്ട്രോയ് ചെയ്യാനോ ആർക്കും സാധ്യമല്ല. അതിന് മാത്രം അത് മൈന്യൂട്ടാണ് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപം, ഒരു മനുഷ്യൻ ചെയ്യുന്ന നന്മ ആറ്റത്തോളം ചെറുതാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ അടുക്കൽ അതിനെല്ലാറ്റിനും നന്മയും തിന്മയും അള്ളാഹു കണക്കാക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ രാവുകളും പകലുകളും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ, തെറ്റുകൾ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിൽ നിന്നെല്ലാം മാറി നിന്ന് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് വിലയം പ്രാപിക്കുന്ന മനസ്സോടുകൂടി അള്ളാഹുവെ നല്ലവണ്ണം ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ, അവന്റെ ഹബീബിനെ ഉൾക്കൊള്ളുവാൻ നമുക്കെല്ലാവർക്കും പടച്ച റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ ഖുർആൻ ടാലന്റ് ഷോ പരിപാടിയിലെ ജഡ്ജസായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രഗത്ഭരായ വിശുദ്ധ ഖുർആൻ പണ്ഡിതന്മാരും അതുപോലെ തന്നെ പാരായണ വിദഗ്ധരുമായ ആളുകളെ, ജൂറി അംഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അവരെ നമ്മുടെ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി നമ്മുടെ ചീഫ് ജഡ്ജായി ഇവിടെ വന്നിരിക്കുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ അൽ ഐനിലെ ഔഖാഫ് പള്ളിയിലെ ഇമാമും അവിടുത്തെ ഖത്തീബും കൂടിയായ ബഹുമാനപ്പെട്ട മൊയ്തു നദിവി ഉസ്താദ് അവരുകളാണ്. നമ്മുടെ ചീഫ് ജൂറി അംഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് മഹാനായ ഉസ്താദ് അവരുകളെ ഈ വേദിയിലേക്ക് നമുക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. നമ്മുടെ ജഡ്ജിംഗ് പാനലിലെ രണ്ടാമത്തെ ജൂറി അംഗമായ ബഹുമാനപ്പെട്ട ഹാഫിൽ സാബിദ് ഉസ്താദ് അവരുകളെ ഈ മഹത്തായ അബീർ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഖുർആൻ ടാലന്റ് ഷോ സീസൺ 7ലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോ സീസൺ 7ലെ 1ാം റൗണ്ടിലെ 4ാം എപ്പിസോഡിലെ 1ാമത്തെ കണ്ടസ്റ്റന്റായി നമുക്ക് മുമ്പിൽ ഇവിടെ എത്തിയിരിക്കുന്നത് മുനീർ വെള്ളില. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുനീർ, എന്തൊക്കെ വിശേഷം? അൽഹംദുലില്ലാഹ്. വീട്ടിലാരൊക്കെയുണ്ട്? ഉമ്മ, അനിയന്, വാപ്പ ഗൾഫിലാണ്, പെങ്ങള്. പഠനം എവിടെയാണ്? ദാറുൽ ലാസ്റ്റ് വർഷമാണ്, അവസാന വർഷമാണ്. PG? അവസാന വർഷം. മാഷാ അല്ലാഹ്. PG ഏതിലാണ്? ഖുർആൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഖുർആൻ ആൻഡ് റിലേറ്റഡ്. മാഷാ അല്ലാഹ്. ഖുർആൻ ഡിപ്പാർട്ട്മെന്റും ഖുർആൻ റിലേറ്റഡ് സയൻസും ഉണ്ട്. ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഏറ്റവും താല്പര്യം എന്തിനോടാണ്? ദാറുൽ ഇംഗ്ലീഷ് മേഖല. ഇംഗ്ലീഷാണ്. മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ റൗണ്ട്, ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഒന്നാമത് നിങ്ങളുടെ ഓൺ സെലക്ഷനാണ്.
നിങ്ങൾ തന്നെ കാണിച്ചു തരുന്ന ഭാഗത്തിൽ നിന്നാണ് ഓതേണ്ടത്. അപ്പം ഏത് ഭാഗമാണ് മുനീർ സ്വന്തമായും ഓതാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്? നമുക്കെല്ലാം അറിയുന്ന പോലെ സൂറത്തുൽ ഹഷർ അവസാന ഭാഗം ഓക്കെ, മിക്ക കാര്യങ്ങൾ അല്ലെങ്കിൽ ഓതാൻ വേണ്ടി നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ പലരും സെലക്ട് ചെയ്യുന്ന ഒരു ഭാഗം തന്നെയാണ് ഇത്. സൂറത്തുൽ ഹഷറിലെ അവസാനത്തെ 4 ആയത്തുകളായിരിക്കും. ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന ആയത്ത്. ഓക്കെ, നന്നായിട്ട് ഓതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يستوي أصحاب النار وأصحاب الجنة. أصحاب الجنة هم الفائزون. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المؤمن المهيمن العزيز الجبار المتكبر. سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى
يسبح له ما في السماوات والأرض وهو العزيز الحكيم. صدق الله العظيم. ما شاء الله. أحسنت يا منير. قد أنزل ربي القرآن. നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥി ഇവിടെ ഓതിയിരിക്കുന്ന ഭാഗം വിശുദ്ധ ഖുർആനിലെ എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. അൽ ഹഷർ എന്നാണ് അധ്യായത്തിന്റെ പേര്. അതിന്റെ അവസാന ഭാഗങ്ങൾ ആണ് ഇവിടെ പാരായണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ലൗ അൻസൽന ഹാദൽ ഖുർആന അലാ ജബൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ട മാസത്തിൽ വിശുദ്ധ ഖുർആനിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട ഒരു വിശേഷം തന്നെയാണ് ഈ ഭാഗങ്ങളിൽ പരാമർശിക്കുന്നത്. അഥവാ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഇവിടെ ഇറക്കപ്പെട്ടതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? ലിയുഖ്രിജഹും മിനൽ ദുലുമാതി ഇലൻ നൂർ. ഇരുളടഞ്ഞ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് യഥാർത്ഥ വഴിയിലേക്ക്, വളഞ്ഞ വഴിയിൽ നിന്ന് ഋജുവായ പന്ഥാവിലേക്ക് അവനെ വഴി നടത്താൻ വേണ്ടിയിട്ടാണ്. ധിക്കാരമുള്ള മനുഷ്യന്റെ മനസ്സ് അത് നന്നായിട്ട് ലോല മനസ്സായിട്ട് മാറണം. അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാനാണ് അവന്റെ വിശുദ്ധ കലാമ്, അവന്റെ വചനം എന്ന് പറയുന്നത്. അപ്പോൾ അത് മനുഷ്യൻ വേണ്ടതുപോലെ ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് ഈ വചനങ്ങളിലുള്ള അള്ളാഹു തആല നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടെ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സഹാബത്തെ കിറാം. നബിയെ, ഞങ്ങളുടെ മനസ്സ് കടുത്തു പോയിട്ടുണ്ട്, ഹൃദയം നന്നാക്കിയെടുക്കാൻ എന്താ ചെയ്യേണ്ടത്? രണ്ട് പരിഹാരം നിർദ്ദേശിച്ചു പരിശുദ്ധ പ്രവാചകർ. ഒന്ന് ഖിറാഅത്തുൽ ഖുർആൻ വ ദിക്റു ഹാദിമിൽ ലദ്ദാത്ത്. മരണത്തെ നന്നായി സ്മരിക്കുക, വിശുദ്ധ ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യുക. ഈ ഖുർആൻ എങ്ങാനും അവതീർണമായത് ഒരു മലന്റെ മുകളിൽ, ഒരു പർവ്വതത്തിന്റെ മുകളിൽ ആയിരുന്നുവെങ്കിൽ, ലൗ അൻസൽന ഹാദൽ ഖുർആന അലാ ജബൽ ലറഅയ്ത, നിനക്കതിനെ കാണാൻ വേണ്ടി കഴിയുമായിരുന്നു, നിനക്ക് ആ പർവ്വതത്തെ കാണാൻ വേണ്ടി കഴിയുമായിരുന്നു. ഖാശിഅൻ, പേടിച്ച്, മുതസ്വദ്ദിഅൻ, പൊട്ടിപ്പിളരുന്നത്, മിൻ ഖശിയത്തില്ലാ, റഹ്മാനെ റബ്ബിനെ പേടിച്ചിട്ട്. അപ്പോൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ നമ്മൾ എത്രമാത്രം അനുസരിക്കണം, നമ്മൾ എത്രമാത്രം ഇന്ന് അനുസരിക്കുന്നില്ല. മലകൾ പോലും റഹ്മാനെ റബ്ബിനെ പേടിച്ചിട്ട് അവയ്ക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹം, ആ അനുഗ്രഹത്തിന് ശുക്ർ പറയുമെന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. നമ്മൾ എത്രമാത്രം നന്ദി കെട്ടവരാണ്. ഇൻസാൻ അലി റബ്ബിഹി ലകനൂദൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശേഷണങ്ങളാണ് പിന്നീടുള്ള ആയത്തുകളിലൂടെ സൂചിപ്പിക്കുന്നത്. ഹുവല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു ആലിമുൽ ഗൈബി വശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമുക്കറിയാം ഒത്തിരി പേരുകളുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും കൈകളിലേക്ക്, അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനികളൊക്കെ വിരലിന്റെ ഉള്ളിലെ, നമ്മുടെ കൈയിലേക്ക് ഉള്ളിലേക്ക് നോക്കിയാൽ 81 അറബിയിൽ കാണാൻ വേണ്ടി കഴിയും. വലത് കൈയിൽ 18 കാണാൻ കഴിയും. ടോട്ടൽ 99. അള്ളാഹുവിന് 99 പേരുകൾ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. പറഞ്ഞു വരുന്നത് അള്ളാഹുവിന് ഇഷ്ടമാതിരി പേരുകളുണ്ട്. ഈ അസ്മാഉൽ ഹുസ്ന എന്നൊക്കെ പറയുന്നത് മനപ്പാടമാക്കിയിട്ടുള്ള ആളുകൾ അവരെന്ത് പ്രാർത്ഥിച്ചാലും അള്ളാഹു മറുപടി തരുമെന്നാണ്. ഏതായാലും ഈ വിശുദ്ധ ഖുർആനിന്റെ അവസാനം വരെ അള്ളാഹുവിന്റെ ഇസ്മുകളെ അവൻ പരിചയപ്പെടുത്തുകയുണ്ടായി. ഏതായാലും നമുക്ക് മാഷാ അല്ലാഹ് ഈ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലെ പാരായണോ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ നമ്മുടെ ജൂറി അംഗങ്ങളോട് നമുക്ക് ചോദിക്കാം. അതിൽ വന്ന അപാകതകൾ വല്ലതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. നമ്മുടെ ചീഫ് ജഡ്ജ് ബഹുമാനപ്പെട്ട മൊയ്തു നദ്വി ഉസ്താദ് അവர்கள் ആദ്യമായിട്ട് നമ്മുടെ മുനീറിന്റെ പാരായണത്തോട് പ്രതികരിക്കുന്നുണ്ട്. ഉസ്താദ്, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മുനീറിന്റെ പാരായണങ്ങളൊക്കെ? ഷെയ്ഖ് മുനീർ, ബറക്കല്ലാഹു ഫീക്, അൽഹംദുലില്ലാഹ്, വളരെ മനോഹരമായ പാരായണം. എവിടെ നിന്നാണ് ഖിറാഅത്തും തജ്വീദൊക്കെ പഠിക്കുന്നത്? കോഴിക്കോട് മർക്കസുൽ ഫാറൂഖിൽ റസാഖ് ഹുസൈൻ. മർക്കസുൽ ഫാറൂഖിലാണ് പഠിക്കുന്നത്. മാഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായി പാരായണം ചെയ്തു. കുറച്ച് സമയത്തേക്ക് ഞങ്ങളെ ഈജിപ്തിലൂടെ ഒന്നിങ്ങനെ കറക്കി. ഈജിപ്തിലെ ഒരുപാട് ലോകത്ത് അറിയപ്പെട്ട കാരികളുള്ള സ്ഥലമാണ്. ഏതായാലും കൂടുതലായി ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത്, തർത്തിലായി പാരായണം ചെയ്യുന്ന സമയത്ത് പുതുതായി അക്ഷരങ്ങൾ കയറുന്നത് ശ്രദ്ധിക്കണം. അത്രയേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല. സാവധാനം ഓതുന്ന സമയത്ത് ഫത്തഹിന് ശേഷം ചിലപ്പോൾ അലിഫ്, ലമ്മിന് ശേഷം വാവ്, അങ്ങനെയൊക്കെ ചെറുതായിട്ട് കയറാൻ സാധ്യതയുണ്ട്. അതാണ് ശ്രദ്ധിക്കാനുള്ളത് തർത്തിലായി ഓതുമ്പോൾ. അതുപോലെ തന്നെ ലഹുൽ അസ്മാഉൽ ഹുസ്ന, അവിടെ ലഹുൽ അസീന് കൽക്കലത്ത് ഒരിക്കലും വരാൻ പാടില്ല. അസ്മാഉ എന്ന് പറയുമ്പോൾ കൽക്കല വന്നു. അസ് എന്ന് തന്നെ പറയണം. കാറ്റ് പുറത്തേക്ക് വന്നുകൊണ്ട് ഉച്ചരിക്കണം.
ലഹുൽ അസ്മാഉ. അങ്ങനെ ചെറുതായിട്ട് അവിടെ ഒരു കൽക്കല വന്നതുപോലെ തോന്നി. ഏതായാലും നല്ല പാരായണമായിരുന്നു. അള്ളാഹു നിലനിർത്തി തരുവാറാവട്ടെ. ആമീൻ. മഷാ അല്ലാ മുനീർ, നല്ല ഒരു പ്രതികരണമാണ് നമ്മുടെ ചീഫ് ജഡ്ജിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം നമ്മുടെ ഹാഫിൽ സാബിത്ത് ഉസ്താൻ എന്താണ് പറയാനുള്ളത്. മുനീർ വെള്ളില, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, വളരെ സുന്ദരമായൊരു ഖിറാഅത്തായിരുന്നു. പിന്നെ ഇതിനു മുമ്പ് ഒരുപാട് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഉണ്ടോ? ഉണ്ട്. അൽഹംദുലില്ലാ, ഖിറാഅത്തിന്റെ പിന്നെ ഒരുപാട് തലങ്ങൾ, ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മഹത്തായ ഖിറാഅത്തിന്റെ ശൈലികളുണ്ട്. അതിൽ നല്ലൊരു ശൈലി തന്നെയാണ് താങ്കൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആരെങ്കിലും അനുധാവനം ചെയ്യുന്നുണ്ടോ ഖിറാഅത്തിൽ? അതിന് പഠിച്ചാൽ തുടങ്ങി ബാസിത്തിനെ കേട്ടിട്ട്. അബ്ദുൽ ബാസിത്ത്, അൽഹംദുലില്ലാ, അത് വളരെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു ഖിറാഅത്താണ് അബ്ദുൽ ബാസിത്തിന്റെ. അത് തന്നെ തുടർന്നാൽ നല്ല ഒന്നുകൂടി മുന്നേറാൻ പറ്റും. അൽഹംദുലില്ലാ. പിന്നെ ഹുറൂഫുകളൊക്കെ വളരെ കണ്ടീഷനായിരുന്നു. ശ്രദ്ധിക്കേണ്ട ചെറിയ ചില വിഷയങ്ങളുണ്ട്. ഒന്ന് ഖാശിഅൻ, ഐന് പറയുന്നിടത്ത് അത്ര പിടിച്ചു വെക്കണ്ട, ഹാർഡായിട്ട് പറയണ്ട, കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് വിട്ടാൽ മതി ഐന് ഉച്ചരിക്കുന്നിടത്ത്. അതുപോലെ തഫ്ഹീം പിന്നെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് കയറുന്നുണ്ടോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. തഫ്ഹീം അത്ര വേണ്ടടുത്ത് ഉപകരിക്കണം, മറ്റുള്ള സ്ഥലത്ത് അത് വേണ്ടോ, പിന്നെ അങ്ങനെ അനാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ടതില്ല. ഐനിനൊന്നുകൂടി ലളിതമായിട്ട് വിടാൻ ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാ, വളരെ നല്ല ഖിറാഅത്തായിരുന്നു. ഏവർക്കും പിന്നെ ആകർഷകമായ ഒരു ശൈലിയിലാണ് താങ്കൾ ഖിറാഅത്ത് ഓതിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരട്ടെ. ആമീൻ. മഷാ അല്ലാ, ഗുഡ് ലക്ക്. ഓക്കെ, വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് ഏതായാലും സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുനീറിന്റെ ഭൗതിക മത വിദ്യാഭ്യാസ രംഗത്ത്, സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറുന്ന ഒരാൾ കൂടിയാണ്. നന്നായിട്ട് ഈ മേഖലകൾ ഒരുപോലെ ശോഭിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഓക്കെ, വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു.